അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. റജബ് മാസം നമ്മളെ വിട്ട് പിരിയാറായി. അപ്പോൾ റജബിൽ ചൊല്ലേണ്ട ഒരുപാട് ദിക്റുകളും സൂറത്തുകളും എല്ലാം ഉണ്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ ഖുർആൻ പാരായണവും ദിക്റ് സ്വലാത്ത് എല്ലാം അധികരിപ്പിക്കുക ഈ മാസം. അതുപോലെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അള്ളാഹുവിനോട് ഈ മാസം എന്ത് തന്നെ ചോദിച്ചാലും അള്ളാഹു അത് നടത്തിത്തരും. അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ആഗ്രഹം നടക്കുന്നതിന് വേണ്ടിയിട്ട് ഓതാൻ പറ്റിയ നേർച്ചയാക്കി ഓതാൻ പറ്റിയ ഒരു സൂറത്തിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ്. ഇത് ചൊല്ലേണ്ടത് നമ്മൾ നേർച്ചയാക്കുക. റജബ് 27 മുന്നേ അല്ലെങ്കിൽ റജബ് തീരുന്നതിന് മുന്നേ നമ്മൾ ഓതി തീർത്ത് 21 തവണ നേർച്ചയാക്കി നിബിത്തങ്ങളുടെ പേരിൽ അള്ളാഹുവിന് വേണ്ടി ഓതി തീർത്തിരിക്കാം എന്ന്. അള്ളാഹുവെ, പടച്ച തമ്പുരാനെ, എൻ്റെ ഈ ആഗ്രഹം നടത്തി തരണേ, അതുകൊണ്ട് ഇത്ര ദിവസത്തിനകത്ത് ഞാൻ ഈ സൂറത്ത് ഓതി തീർത്തിരിക്കാം എന്ന് നേർച്ചയാക്കി നമ്മൾ ഈ സൂറത്ത് ഓതി തുടങ്ങുക. സൂറത്ത് വേറൊന്നുമല്ല, ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഞാൻ പറയാം. ആദ്യമേ തന്നെ അങ്ങ് പറയാം, സൂറത്തുൽ യാസീനാണ് നമ്മുടെ ഈ സൂറത്ത്. നമ്മൾ നിത്യജീവിതത്തിൽ ഓതിയിരിക്കേണ്ട ഒരു മഹത്തായൊരു സൂറത്താണ്. എല്ലാവരും പതിവാക്കാറുമുണ്ട്, അതെനിക്കറിയാം. എല്ലാവരും നിത്യജീവിതത്തിൽ നമ്മൾ ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ യാസീൻ. അപ്പോൾ അത് നമ്മൾ നേർച്ചയാക്കി, മുത്തുനബിയുടെ പേരിൽ നേർച്ചയാക്കി ഇത്ര ദിവസത്തിനകത്ത് അള്ളാഹു താലാക്ക് വേണ്ടി ഓതി തീർത്തിരിക്കാം. അള്ളാഹുവെ, പടച്ച തമ്പുരാനെ, എൻ്റെ ഈ ആഗ്രഹം നിറവേറ്റി തരണേ എന്ന് നമ്മൾ നിയത്താക്കി നമ്മൾ ഓതി നോക്കിക്കോ. ഉറപ്പായിട്ടും അതാ അള്ളാഹു നടത്തിത്തരും. എനിക്ക് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ നിത്യജീവിതത്തിൽ. എനിക്ക് ആഗ്രഹങ്ങൾ, ഒരു അതിതീവ്രമായ ആഗ്രഹങ്ങൾ ഉണ്ടായ സമയത്തെല്ലാം ഞാൻ ചെയ്തിരുന്നൊരു കാര്യമാണ് യാസീൻ. ഇങ്ങനെ ഞാൻ നിയത്താക്കി 21 തവണ അള്ളാഹു താലാക്ക് വേണ്ടി നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഓതിയിരുന്നു. അപ്പോഴെല്ലാം എൻ്റെ ആഗ്രഹം നടത്തി തന്നിട്ടുണ്ട് പടച്ച തമ്പുരാൻ, അൽഹംദുലില്ലാ. അപ്പോൾ മാഷാ അല്ലാഹ്, നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം, നമ്മൾ ഒന്നോടുകൂടി ചെയ്യുക. മനസ്സ് ശുദ്ധിയായിരിക്കുക, മനസ്സ് ശാന്തമായിരിക്കുക. നമ്മൾ ഈ ഓതുന്ന സമയത്ത് വേറെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ഇപ്പം അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓതരുത്. അതുപോലെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മൾ 21 തവണ ഓതി തീർത്തിരിക്കുക. അപ്പം നമ്മൾ അങ്ങനെ ഓതരുത്. നമ്മൾ ഇതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തുക. ഇപ്പോൾ ഒരു തവണയാണ് ഓതുന്നെങ്കിൽ ആ ഒരു തവണ വൃത്തിയോടുകൂടി ശുദ്ധിയോടുകൂടി നല്ല രീതിയിൽ ഓതി തീർക്കുക. വേഗം ഓതി തീർത്ത് എങ്ങനെയെങ്കിലും 21 തവണ തികയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓതരുത്. ഓതുന്നത് വളരെ സമാധാനമായിട്ട് നമ്മൾ ഓതുക. കൃത്യമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ അള്ളാഹുവെ, പടച്ച തമ്പുരാനെ, എൻ്റെ ഈ ആഗ്രഹം നടത്തി തരണേ എന്ന് മനസ്സിൽ ദൃഢമായിട്ട് ഒരു നേർച്ചയാക്കി തന്നെ നമ്മൾ ഓതുക. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക. 21 പ്രാവശ്യം നമ്മൾ ആത്മാർത്ഥതയോട് കൂടി തന്നെ ഓതുക. അതിനുശേഷം ഓരോ യാസീൻ കഴിയുമ്പോഴും നമ്മളത് അള്ളാഹുവിനോട് ആഗ്രഹം പറഞ്ഞ് ദുആ ചെയ്യുക. ഉറപ്പായിട്ടും അള്ളാഹു അത് നടത്തിത്തരും. അനുഭവമുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അള്ളാഹു താല നിറവേറ്റി തരട്ടെ. ആമീൻ.